ഹായ് ഡിയർ, സൂപ്പർ കമ്പനി സീരിയലിൻ്റെ കിടിലം പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മാനസയാണെങ്കിലോ ഓഫീസിൽ വന്നതിന് ശേഷം തന്നെ ഭരിക്കാനായിട്ട് നോക്കുക കേട്ടോ. എല്ലാ സ്റ്റാഫിനെയും തനിക്ക് അധികാരം കൂടുതലായി തന്നിട്ടുണ്ട് ചെയർമാൻ. അതുകൊണ്ട് തന്നെ എല്ലാം തുടച്ചു വാർക്കണമെന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് മാനസ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴത്തേനും മാനസ അവിടുത്തെ സ്റ്റാഫിനോട് എല്ലാവരോടും പറയുന്നുണ്ട്, കൺമണി റിസൈൻ ചെയ്യാനായിട്ട് പോവുകയാണ്. കാരണം ഇനി കൺമണി ഇന്നു മുതൽ ഈ കമ്പനിയിൽ ഉണ്ടായിരിക്കില്ല എന്നും പറയുന്നുണ്ട്. ഇനി മുതൽ പുതിയൊരു ചീഫ് ഡിസൈനർ ആയിരിക്കും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും അവിടുത്തെ സ്റ്റാഫിനെല്ലാം തന്നെ എന്താ പറയുക, ഈ പെട്ടെന്ന് കൺമണിയെ പിരിച്ചു വിട്ടോ അല്ലെങ്കിൽ അവൾ റിസൈൻ ചെയ്യില്ലല്ലോ എന്ന്. പക്ഷേ മാനസയുടെ ഓരോരോ പ്രവൃത്തികൾക്ക് ഇടയിൽ അവിടുത്തെ സ്റ്റാഫിന് തന്നെ ഒന്നും തന്നെ പറയാൻ സാധിക്കുന്നില്ല. അതിനുശേഷം തന്നെ കൺമണിയും അതുപോലെ തന്നെ ഗോകുലും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പേ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ടല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ ഇന്ന് ഓഫീസിൽ പോകുന്നുണ്ട് മോനെ, പക്ഷേ അത് അവസാനത്തെ ഒരു പോക്കായിട്ട് തന്നെ നീ കാണണം. ഇനി അപ്പം ആ അലികയിലേക്ക് പോകില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അപ്പം ഇങ്ങനെയൊന്നും ആരും ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ മാനസ മേഡം, അവർക്ക് അപ്പയെ ഒഴിവാക്കാൻ എന്ത് അധികാരമാണ് ഉള്ളത്? അതിൻ്റെ മുകളിലുള്ള ആളുകളല്ലേ അപ്പയ്ക്ക് ജോലി തന്നത്. പിന്നെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരോടൊന്ന് പോകാൻ പറയും. കൃഷ് സാറിനോട് ചെന്ന് നേരിട്ട് കാര്യങ്ങൾ സംസാരിക്കപ്പേ. എന്തിനാ ഇങ്ങനെ മിണ്ടാതിരുന്നിട്ടൊന്നും കാര്യമില്ല. അപ്പം പറയുന്നതൊന്ന് കേൾക്കെന്ന് ഗോകുല് കൺമണിയോടായിട്ട് പറയുന്നു കേട്ടോ. പക്ഷെ കൺമണിയാണെങ്കിൽ അതൊന്നും കേൾക്കാനായിട്ട് നിൽക്കുന്നില്ല. ഞാൻ പോവുകയാണ് ഗോകുൽ, ഇനി ഈ അപമാനം സഹിച്ചു നിൽക്കാനായിട്ട് സാധിക്കുന്നില്ല, എനിക്ക് പറ്റില്ല, എനിക്ക് വയ്യ എന്ന് പറഞ്ഞ് തന്നെയാണ് കൺമണി അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. പക്ഷേ പാവം ഗോകുൽ പുറകെ നടക്കുന്നുണ്ട് കൺമണിയുടെ. ഓടി ചെന്നിട്ട് അപ്പേ ഒന്നും ചെയ്യല്ലേ, ഇനി റിസൈൻ ചെയ്യില്ല അപ്പേ, അപ്പോൾ ഒന്ന് ക്രിസാറിനോട് സംസാരിക്കുക, അപ്പം ഞാൻ പറഞ്ഞതൊന്ന് കേൾക്ക് എന്നൊക്കെ പിന്നെ വീണ്ടും തന്നെ ഓടി വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് വീട്ടിലേക്ക് വരുൺ വരുന്നത് കേട്ടോ. വരുൺ ഇപ്പോൾ രണ്ടും കൽപ്പിച്ച് തന്നെയാണ് വരുൺ എത്തിയിരിക്കുന്നത്. കാരണം വരുൺ ഒരിക്കലും തന്നെ ഇനി കൺമണിയെ വിട്ടുകൊടുക്കില്ല എന്ന് ഉറച്ച് വിശ്വസിച്ചിട്ടുണ്ട്. പിന്നെ അലികയിൽ ജോലി ഇന്ന് രാജിവെക്കുമെന്ന് ലക്ഷ്മി പറഞ്ഞതനുസരിച്ച് തന്നെ വരുൺ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. ഇവരെ കാണുമ്പോഴത്തേനും കൺമണിയും ഗോകുലും അമ്പരന്ന് നിൽക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ ധനലക്ഷ്മിയായിട്ട് വരുൺ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടത്തി, ഇനി ഞാൻ വന്നിട്ടുള്ളത് വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇനി എൻ്റെ നീക്കങ്ങൾ ഒരു പ്രത്യേക തരത്തിലുള്ളതാണ്. എന്തായാലും ഇനി ഒന്നും തന്നെ നീട്ടി വെക്കേണ്ടതില്ല എന്നൊക്കെ പറയുന്നുണ്ട് വളരെ ദേഷ്യത്തോടു കൂടി. കാരണം കൺമണിയെ എങ്ങനെയെങ്കിലും കുരുക്കണം എന്നൊറ്റ ഉദ്ദേശത്തിൽ നിൽക്കുക കേട്ടോ വരുൺ. അതിനുശേഷം തന്നെയാണ് അലികയിൽ കാണിക്കുന്നുണ്ട്. അലികയിലാണെങ്കിലോ കൃഷും അതുപോലെ തന്നെ മഹിയും കൂടി നിൽക്കുന്നുണ്ട്. മഹിയാണെങ്കിലോ രാവിലെ തന്നെ ഈ ന്യൂസ് കേട്ടതോടുകൂടി തന്നെ കൃഷിനോട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇത് നോക്ക്, ഇതെന്തൊക്കെയാടാ ഇവിടെ സംഭവിക്കുന്നത്? കൺമണിയെ പിരിച്ചു വിട്ടോ? ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. പെട്ടെന്ന് എന്താ ഇങ്ങനെ ഒരു തീരുമാനം? അത് മാത്രമാണോ പുതിയൊരു ഡിസൈനർ ആവശ്യമുണ്ടെന്നൊരു പരസ്യവും? അതെന്താ ഇപ്പം തന്നെ ഒരു ചീഫ് ഡിസൈനർ ഇപ്പോൾ വന്ന് കയറുമല്ലോ, എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? നിനക്ക് അവളെ ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു നടന്നിട്ട് ഇപ്പോൾ അവളെ ഉപേക്ഷിക്കാനായിട്ട് പോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താടാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് കൃഷ് എന്ന് മഹിയോട് ചോദിക്കുന്നു കേട്ടോ. നീ ഇതൊന്ന് നോക്കിക്കേ എന്ന് പറയുന്നു. അങ്ങനെ കൃഷ് ആ ഒരു ആഡ് കാണുമ്പോഴത്തേനും ആകെ ഞെട്ടി നിൽക്കുന്നുണ്ട്. ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അത് ശരി, നീ ഈ കമ്പനിയിൽ നടക്കുന്ന പല കാര്യങ്ങളും അറിയുന്നില്ലേ കൃഷ്? നീ എന്തായാലും മാനസയെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം മാനസയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ചെയ്തു വയ്ക്കുന്നത് മാനസ തന്നെയാണ്. അതുകൊണ്ട് അവളെ നീ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു ദിവസം കൊണ്ട് ഈ ആട് അവളും പരസ്യമാക്കണമെങ്കിൽ എന്തൊരു ഉദ്ദേശം അവളുടെ പുറകിലുണ്ട് കേട്ടോ. കൺമണി വരുന്നില്ല എന്ന് എവിടെയോ അറിഞ്ഞതോടു കൂടി തന്നെ അവൾ ഇതത് മുതലെടുത്തിരിക്കുകയാണ് കൃഷി എന്ന് പറയുന്നു. അങ്ങനെ ദേഷ്യത്തോടു കൂടി കൃഷി മാനസയെ കാണാനായിട്ട് പോകുന്നു കേട്ടോ. മാനസ എന്ന് വിളിക്കും ദേഷ്യത്തോടു കൂടിയിട്ടോ. അപ്പോഴത്തേനും മാനസ വലിയ സ്റ്റാഫുകളെല്ലാം തന്നെ നിർത്തി ശ്വാസിക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. അതിനുശേഷം നീ എന്ത് പണിയാണ് കാണിച്ചിരിക്കുന്നത്? ഒരു ആഡ് കൊടുക്കുമ്പോൾ ഈ ഒരു കമ്പനിയിലെ ഉയർന്ന ജീവനക്കാരെയൊന്നും അറിയിക്കേണ്ട എന്നുണ്ടോ ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും നമ്മുടെ മാനസ പറയുന്നുണ്ട്, എല്ലാ അധികാരവും GM തന്നിട്ടുണ്ട്. എന്ത് അധികാരം തന്നു എന്നാണ് നീ പറയുന്നത്? ഒരധികാരം നിനക്ക് തന്നിട്ടില്ല. ഞങ്ങൾ നിൻ്റെ മുകളിലുള്ള ആളുകളാണ്. ഞങ്ങളോട് ചർച്ച ചെയ്യാതെ ഒരു തീരുമാനം അലികയിലെടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് വളരെയധികം ദേഷ്യത്തോടു കൂടി തന്നെ
മാനസിയെ ശാസിക്കുന്നുണ്ട് അവിടുത്തെ സ്റ്റാഫുകളുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ. കാരണം മാനസിക്ക് അത് കിട്ടണം. കാരണം മാനസ പെട്ടെന്ന് തന്നെ കൺമണിയെ എങ്ങനെയെങ്കിലും ഒഴിവാക്കാനായിട്ട് നിൽക്കുകയാട്ടോ ചെയ്യുന്നത്. പിന്നീട് കാണിക്കുന്നത് കൺമണിയാട്ടോ. കൺമണി അമ്പലത്തിൽ പോയിട്ട് ആ താലിമാല ഉയർത്തിപ്പിടിക്കുന്നുണ്ട്. കാരണം ആ താലിമാല കാരണമാണ് തനിക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. ഇതിന് സത്യമുണ്ടോ? സത്യം ഉണ്ടെങ്കിൽ എൻ്റെ ജീവിതം എന്താണ് ഇങ്ങനെ എന്ന രീതിയിൽ തന്നെ ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കാട്ടോ കൺമണി. എന്നിട്ട് ആ താലിമാല പിടിക്കുന്നുണ്ട്. ഇത് പൊട്ടിക്കണം അല്ലെങ്കിൽ വേണ്ട എങ്ങനെ രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം തനിക്കൊരു കുരുക്കെന്ന രീതിയിൽ തന്നെയാണ് ആ താലിമാലയോട് തനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ഓരോ നിമിഷവും അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ കൺമണിയാണെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണയുടെ ഉള്ളിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് കൺമണിക്ക് ഒന്നും തന്നെ ഇപ്പോൾ പറയാനും പ്രവർത്തിക്കാനും സാധിക്കാതിരിക്കേണ്ടോ. എന്തായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു പ്രൊമോ കഴിയുന്നത്. നാളെ നല്ലൊരു എപ്പിസോഡ് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം.